ഹലോ സ്റ്റുഡൻസ്, നമുക്ക് ഈ മോഡ്യൂളിൽ അടുത്ത പഠിക്കാനുള്ള ടോപ്പിക്കാണ് ഈ മെറ്റൽ ഡ്രോയിങ് എന്ന് പറയുന്നത്. ഈ മെറ്റൽ ഡ്രോയിങ് എന്ന് പറഞ്ഞാൽ ഒരു വയറൊക്കെ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ വളരെ ഡയമീറ്റർ കുറഞ്ഞ റോഡൊക്കെ ഉണ്ടാക്കുന്ന, അതായത് കുറച്ചും കൂടെ തിക്നെസ്സുള്ള കുറച്ചും കൂടെ ഡയമീറ്ററുള്ള വയർ ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ മെറ്റൽ ഡ്രോയിങ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഡയറക്റ്റ് എക്സ്ട്രൂഷൻ നമ്മൾ പഠിച്ചല്ലോ, ആ ഡയറക്റ്റ് എക്സ്ട്രൂഷൻ്റെ മറ്റൊരു ഫോം. ഡയറക്റ്റ് എക്സ്ട്രൂഷൻ എന്ന് പറഞ്ഞാൽ റോഡ്, അതായത് സർക്കുലർ ക്രോസ് സെക്ഷനുള്ള കമ്പോണൻറ്റ് എക്സ്ട്രൂഡ് ചെയ്തെടുക്കുന്നതാണ് ഡയറക്റ്റ് എക്സ്ട്രൂഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മെറ്റൽ എക്സ്ട്രൂഷൻ പഠിച്ചത്. പക്ഷേ അത് റോഡാണ്, കമ്പാരിറ്റീവ്ലി നല്ല ഡയമീറ്ററുള്ള, കുറച്ചും കൂടെ ഡയമീറ്ററുള്ള റോഡൊക്കെയാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ അതിനേക്കാളും ഡയമീറ്റർ കുറഞ്ഞ വയർ ഫോമിലുള്ള ഔട്ട്പുട്ട് എടുക്കുന്നതിനെയാണ് ഈ മെറ്റൽ ഡ്രോയിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ തിന്നായിട്ടുള്ള വയർ അല്ലെങ്കിൽ കുറച്ച് തിക്നെസ്സുള്ള കുറച്ച് ഡയമീറ്ററുള്ള വയർ, ചുറ്റി എടുക്കുന്ന വയർ ഉണ്ടാക്കുന്ന ആ ഒരു പ്രോസസ്സാണ് മെറ്റൽ ഡ്രോയിങ് എന്ന് പറയുന്നത്. അപ്പം ഈ വയർ ആക്കാനായിട്ടുള്ള ആ വർക്ക് പീസ് അല്ലെങ്കിൽ ആ മെറ്റൽ എന്ന് പറയുന്നത് അതും ഒരു സർക്കുലർ ക്രോസ് സെക്ഷനിലുള്ള ഒരു റോഡ് തന്നെയായിരിക്കും. അതിൽ നിന്നായിരിക്കും, അതും ഇങ്ങനെ വയർ പോലെ ചുറ്റി വെച്ചിരിക്കും. അതിൻ്റെ ഡയമീറ്റർ കുറച്ചാണ് നമുക്ക് വേണ്ട വയർ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം ബേസിക്കലി ഒരു സർക്കുലർ ക്രോസ് സെക്ഷനുള്ള വയറിൻ്റെ ഡയമീറ്റർ കുറയ്ക്കുന്ന ഒരു പ്രോസസ്സാണ് മെറ്റൽ ഡ്രോയിങ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരുന്നാലും ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് ഡയമീറ്റർ കുറഞ്ഞ വയർ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ മെറ്റൽ ഡ്രോയിങ്ങിൻ്റെ ഒരു ബേസിക് പ്രിൻസിപ്പിളാണ് ഈ കാണിച്ചതെന്ന് പറയാം. അപ്പോൾ ഇവിടെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, അതിൻ്റെ ഇൻപുട്ടായിട്ട് കൊടുക്കുന്ന അതും ഒരു വയർ തന്നെയാണ്. അതിൻ്റെ ഡയമീറ്റർ കുറച്ച് ഔട്ട്പുട്ടായിട്ട് എടുക്കുന്നതാണ് നമുക്ക് കിട്ടുന്ന ഈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതും വയർ തന്നെയാണ്, കുറച്ച് തിക്നെസ് ഉള്ള വയർ. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഡയറക്റ്റ് എക്സ്ട്രൂഷനിലാണെങ്കിൽ ഈ കണ്ടെയ്നറിൻ്റെ അകത്ത് ഹോട്ട് വില്ലറ്റ് വയ്ക്കുന്നു, എന്നിട്ട് റാം ഉപയോഗിച്ച് കംപ്രസ് ചെയ്താണ് ഇതിൻ്റെ ഔട്ട്പുട്ട് പുറത്തോട്ട്, അതിൻ്റെ ഒരു ഓപ്പണിംഗ് വഴി ഔട്ട്പുട്ട് പുറത്തോട്ട് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ കംപ്രഷൻ അല്ലെങ്കിൽ പുഷ് ചെയ്താണ് ഈ ഹോളിലൂടെ പുറത്തോട്ട് ആ പ്രോഡക്റ്റ് വരുന്നത്. പക്ഷേ ഇവിടുത്തെ കേസ് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഈ പ്രോഡക്റ്റ് വരുന്ന ആ സൈഡിലാണ് അതിനെ ഹോൾഡ് ചെയ്യുന്നത്, അതായത് അതിനെ പിടിക്കുന്നത്. എന്നിട്ട് ഇവിടെ ഒരു എന്തെങ്കിലും ഇത് വെച്ചിട്ട് അതിനെ ഒന്ന് ഫിക്സ് ചെയ്ത് വയ്ക്കും, എന്നിട്ട് അതിനെ വലിച്ച് പുറത്തോട്ട് വലിക്കും. അതായത് പുഷിന് പകരം പുള്ളാണ് ഇവിടെ നടക്കുന്നത്. മറ്റേലാണെങ്കിൽ ഈ ഡയറക്റ്റ് എക്സ്ട്രൂഷനിലാണെങ്കിൽ ഇവിടെ ഒരു റാം വെച്ചിട്ട് ഇതിനെ പുഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ എന്തെന്ന് വെച്ചാൽ, ഇവിടെ ഔട്ട്പുട്ടായിട്ട് വരുന്നത് പുറത്തേക്ക് വരുന്ന ആ വയറിൽ എന്തെങ്കിലും ഒരു സംഭവം വെച്ച് ഫിക്സ് ചെയ്തിട്ട് അതിനെ പുറത്തേക്ക് പുള്ള് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പുള്ള് എടുക്കുമ്പോഴേക്കും ഇതിവിടെ കംപ്രസ്ഡായി ഇതിൻ്റെ ഡയമീറ്റർ കുറഞ്ഞ് അതിങ്ങനെ പുറത്തോട്ട്, ഇങ്ങനെ ഈ ഡയമീറ്ററുള്ള വയറായിട്ട് ഇങ്ങനെ പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കും. കണ്ടിന്യൂസ് ആയിട്ട് വളരെ ലെങ്തി ആയിട്ട് മീറ്ററുകളോളം ലെങ്തിൽ ഇങ്ങനെ വയർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതിനെ ഇങ്ങനെ ചുറ്റി അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ലെങ്തി ആയിട്ടുള്ള വയറായിട്ട് ഇങ്ങനെ പുറത്തോട്ട് കണ്ടിന്യൂസ് ആയിട്ട് എടുത്തുകൊണ്ടിരിക്കും. ആ ഒരു പ്രോസസ്സിനെയാണ് മെറ്റൽ ഡ്രോയിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു വയറാണ് ഇതിൻ്റെ ഔട്ട്പുട്ടായിട്ട് ഇങ്ങനെ വലിച്ചെടുത്തോണ്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പുള്ള് ചെയ്ത് വലിച്ചുകൊണ്ട് ഇങ്ങനെ എടുക്കും. അപ്പോൾ ഇതാണ് മെറ്റൽ ഡ്രോയിങ് എന്ന് പറയുന്ന പ്രോസസ്സ്. ഇപ്പോൾ മെറ്റൽ ഡ്രോയിങ് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ഒരു 5-6 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു ഫിഗർ സിമ്പിളായിട്ട് വരച്ച് നിങ്ങൾക്ക് ആ പ്രോസസ്സ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇവിടെ സംഭവം എന്ന് വെച്ചാൽ, ഇങ്ങനെ അറേഞ്ച് ചെയ്യുമ്പോൾ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും വലിയ എന്തോ സംഭവമാണ്, പക്ഷേ സിമ്പിളായിട്ടുള്ളൊരു കാര്യം മാത്രമേ നടക്കുന്നുള്ളൂ. ഇതാണ് റോഡെന്ന് പറയാൻ, കമ്പാരിറ്റീവ്ലി ഡയമീറ്റർ കുറഞ്ഞ ഒരു റോഡാണ്, അല്ലെങ്കിൽ കുറച്ച് ഡയമീറ്റർ കൂടിയ ഒരു വയറാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങോട്ട് കയറും. ഇവിടെ ഒരു ഡൈ വെച്ചിട്ടുണ്ട്, അത് എത്ര ഡയമീറ്ററിലുള്ള വയറാണ് നമുക്ക് വേണ്ടത്, ആ ഡയമീറ്ററുള്ള ഹോളായിരിക്കും ഈ ഡൈയിലുള്ളത്. അപ്പോൾ ആ ഡൈയിലൂടെയാണ് നമ്മൾ ഈ റോഡിനെ പുറത്തേക്ക് പുള്ള് ചെയ്ത് വലിക്കാൻ വേണ്ടിയാണ് ഈ ഒരു അറേഞ്ച്മെൻറ്റ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ പുള്ള് ചെയ്ത് ഇതിനെ കണ്ടിന്യൂസ് ആയിട്ട് വലിച്ച് നീട്ടിക്കൊണ്ട് പോകും. അപ്പോൾ മീറ്ററുകളോളം കണ്ടിന്യൂസ് ആയിട്ട് വലിച്ച് നീട്ടിക്കൊണ്ടുപോയി ഈ നീട്ടിക്കൊണ്ട് എടുക്കുന്നതിന് വൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുക, ചുറ്റി ഇങ്ങനെ വൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇതിനെങ്ങനെ പിടിച്ച് പുള്ള് ചെയ്ത് വലിച്ചുകൊണ്ട് പോകും. അപ്പോൾ ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ഇവിടെ ഫ്രിക്ഷനൊക്കെ ഒരുപാട് ഉണ്ടാകും. അപ്പോൾ ആ ഫ്രിക്ഷനൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇവിടെ ഈ ലൂബ്രിക്കൻ്റ് കൊടുത്തിട്ടുള്ളത്. മാത്രമല്ല ഇവിടെ ഒരുപാട് ഹീറ്റും ഇവിടെ ഉണ്ടാകും. ഈ ഡൈയുമായിട്ട് ഇവിടെ കംപ്രസ്ഡായി ഈ പുറത്തേക്ക് വരുമ്പോഴേക്കും ഒരുപാട് ചൂടൊക്കെ ഇവിടെ ഉണ്ടായി, ഈ ഡൈയിലൊക്കെ ഒരുപാട് ചൂടാകും. അപ്പോൾ ആ ചൂടൊക്കെ, ഹീറ്റൊക്കെ റിമൂവ് ചെയ്യാനും പിന്നെ ഈ ഫ്രിക്ഷൻ കുറയ്ക്കാനും ഒക്കെ വേണ്ടിയാണ് ഇവിടെ ഈ ലൂബ്രിക്കൻ്റ് ഇവിടെ ഉള്ളത്. ഇതാണ് മെറ്റൽ ഡ്രോയിങ് എന്ന് പറയുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ആക്ച്വലി ഉപയോഗിക്കുന്നത് വയർ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഒരു സർക്കുലർ ക്രോസ് സെക്ഷനിലുള്ള വർക്ക് പീസിൽ നിന്ന് തന്നെ, അല്ലെങ്കിൽ റോഡിൽ നിന്ന് തന്നെ അത് വയർ ഫോമിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മുടെ സാധാരണ ഈ നമ്മുടെ സൈക്കിളിൻ്റെയും ബൈക്കിൻ്റെയും ഒക്കെ വീല്, അതായത് സ്പ്രോക്ക് വീല് ഉണ്ടല്ലോ, അതായത് ഫുള്ള് കമ്പികളാണ്. ആ സ്പ്രോക്ക് അലോയ് വീലല്ല, സ്പ്രോക്ക് വെച്ചിട്ടുള്ള വീലുകൾ. അപ്പോൾ അതിൽ ഫുള്ളും ഈ നീളത്തിലുള്ള കമ്പികളാണ്. അപ്പോൾ ആ കമ്പി എന്ന് പറയുന്നത് ആക്ച്വലി വയർ തന്നെയാണ്. കുറച്ച് മേ ബി ഒരു 3-4 mm ഡയമീറ്ററുള്ള വയറാണ് ആ സ്പ്രോക്കിലൊക്കെ ഉള്ളത്. അപ്പോൾ ആ കമ്പിയൊക്കെ ഉണ്ടാക്കുന്ന ഈ ഒരു പ്രോസസ്സിലൂടെയാണെന്ന് പറയാം.
അപ്പം അങ്ങനത്തെ കമ്പിയൊക്കെ കുറച്ച് ഡയമീറ്റർ ഉള്ള ഒരു 4-5 mm ഡയമീറ്ററൊക്കെ ഉള്ള വയർ, അതിനെ വയറെന്നാണ് പറയുന്നത്. അത് റോഡാണ് എങ്കിലും അതിനെ വയറെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനത്തെ കുറച്ച് ഡയമീറ്റർ ഉള്ള വയറും അതുപോലെ തന്നെ തിന്നായിട്ടുള്ള വയറും ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ആ പ്രോസസ്സിനെയാണ് മെറ്റൽ ഡ്രോയിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം മാത്രമേ ഉള്ളൂ. എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു ഫിഗർ വരയ്ക്കുക, അല്ലെങ്കിൽ 2-3 മാർക്സിന് ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു ഫിഗർ വരച്ച സംഭവം എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്താലും മതി. അപ്പോൾ ഇത് സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണ് മെറ്റൽ ഡ്രോയിങ് എന്ന് പറയുന്നത്. അപ്പം ഇതാണ് മെറ്റൽ ഡ്രോയിങ്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ബാക്കി അടുത്ത വീഡിയോയിൽ. താങ്ക് യു.